ജല്ല ജലാലുഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ധിക്കാരിയായ ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഭരണ സംവിധാനം കിട്ടിയപ്പോ, അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചപ്പോ ആ സ്ഥാനം ഉപയോഗിച്ച് ധാരാളം പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞവനാണ്. സഹാബത്തിനെ തന്നെയും കൊന്നുകളഞ്ഞവനാണ് ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഇങ്ങനെ ഒരു യാത്രക്കിറങ്ങി പോകുമ്പോ ഒരു മരുഭൂമിയിലെത്തിയപ്പോൾ ആ മരുഭൂമിയിൽ നിന്ന് അദ്ദേഹം നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ്. റെസ്റ്റിന് വേണ്ടിയിരുന്നപ്പോ ആ റെസ്റ്റിന് വേണ്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം കൂടെയുള്ള ഒരാളോട് പറഞ്ഞു, ആരെങ്കിലും ഉണ്ടോ ഇവിടെ എങ്ങാനും ഭക്ഷണം ആവശ്യമുള്ളവരുണ്ടോ? ഇവിടെ എങ്ങാനും പാവപ്പെട്ടവരുണ്ടോ? നിങ്ങളൊന്ന് ചെന്നു നോക്കൂ. പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാളിങ്ങനെ നട്ടുച്ച സമയത്ത് പുതപ്പും പുതച്ച് കിടക്കുന്നത് കണ്ടു. ഈ അയക്കപ്പെട്ട വ്യക്തി പോയിട്ട് കാലുകൊണ്ടൊന്ന് തട്ടി. സുബ്ഹാനല്ലാഹ്, ആരെയും നമ്മൾ നിസ്സാരപ്പെടുത്തി പോകരുത്. അതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിസ്സാരപ്പെടുത്താൻ അനുവദിക്കുന്ന മതമല്ല. ഇസ്ലാം തീവ്രവാദമല്ല. പരിശുദ്ധ ഇസ്ലാമിനെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. തീവ്രവാദത്തിന്റെ പേരിൽ മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സ് ചൂഷണം ചെയ്ത് സുബ്ഹാനല്ലാഹ് സകാത്തിന്റെ പണവും പിരിച്ചെടുത്തിട്ട് ആഖിറം ചിന്തിക്കാതെ ഭീകര പ്രവർത്തനം നടത്തുന്നവരുണ്ട്. എവിടെയുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഓ ജനങ്ങളെ, നിങ്ങളെ സകാത്ത് കാണുന്ന കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കാനുള്ളതല്ല, വന്ന് ചോദിക്കുന്നവരെ ഏൽപ്പിക്കാനുള്ളതല്ല. സകാത്ത് അവകാശികൾക്ക് എത്തിയില്ലെങ്കിൽ ഉത്തരവാദി നിങ്ങളാണ് കേട്ടോ. നല്ല ഓർമ്മ വേണം. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. കമ്മിറ്റി സകാത്തും കൂട്ടുപ്രാർത്ഥനയും സലഫിയുടെ നുണച്ചാക്കുകൾ എന്ന എന്റെ സീഡി നിങ്ങളൊന്ന് കേട്ടു നോക്കണം. അതിൽ ഞാൻ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെയും മറ്റും വാചകങ്ങൾ ഉദ്ധരിച്ച് വിശദമായത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോ റബ്ബേ പഠിച്ചത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് പഠിക്കാനുള്ള സംവിധാനം പരമാവധി ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി പറയേണ്ടതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേട്ടുനോക്കൽ അത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. അത് ഓരോ മനുഷ്യരെയും കേൾപ്പിക്കാൻ വേണ്ടി SSFന്റെ പ്രവർത്തകന്മാരെ, SYSന്റെ പ്രവർത്തകന്മാരെ നിങ്ങളോട് ഞാൻ ഉണർത്തുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ സീഡികൾ, സുന്നത്ത് ജമാഅത്തിന്റെ മാസികകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പത്രങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ പുസ്തകങ്ങൾ ഓരോ വീട്ടിലും എത്തിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അതാ ജനങ്ങളുടെ ഈമാൻ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ വീട്ടിലും കയറി CD വിതരണം ചെയ്യുന്നവരുണ്ട്, പുസ്തകം വിതരണം ചെയ്യുന്നവരുണ്ട്. ദീനീ പ്രവർത്തനം കിടന്നുറങ്ങലല്ല. നമുക്കല്ല തന്ന ബാധ്യത നമ്മൾ നിർവഹിക്കണം. നമ്മൾക്കല്ല തന്ന ആരോഗ്യത്തെ കുറിച്ച് ചോദ്യമുണ്ടേ ചെറുപ്പക്കാരെ, ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ടേ ചെറുപ്പക്കാരെ. ഓരോ വീട്ടിലും നമുക്ക് CDകൾ എത്തിച്ചുകൂടെ? ഓരോ വീട്ടിലും കാസറ്റുകൾ എത്തിച്ചുകൂടെ? ഓരോ വീട്ടിലും നമുക്ക് മാസികകളും വാരികകളും എത്തിച്ചുകൂടെ? ഓരോ വീട്ടിലും നമുക്ക് സിറാജ് ദിനപത്രം എത്തിച്ചുകൂടെ? സുന്നി വോയിസ് എത്തിച്ചുകൂടെ? റിസാല വായിപ്പിച്ചുകൂടെ? അള്ളാഹു തന്ന സന്ദർഭങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാം ചെലവഴിച്ചാൽ, അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യൻ നന്നായാൽ അത് പോരെ നമുക്ക് സമ്പാദ്യം. അൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഒരൊറ്റ മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് ഹിദായത്തായാൽ അമേരിക്കയുടെ ഭരണം കിട്ടുന്നതിനേക്കാൾ ഉത്തമമല്ലേ ചെറുപ്പക്കാരാ? ലോകമൊട്ടാകെ ഭരണവും ലോകമൊട്ടാകെയുള്ള സമ്പത്തും കിട്ടുന്നതിനേക്കാൾ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ, ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈർ ഒരൊറ്റ മനുഷ്യൻ സന്മാർഗത്തിലാകുന്നതാണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് നമ്മുടെ പ്രവർത്തനം കൊണ്ടായാൽ നമുക്കത് സമ്പാദ്യമല്ലേ.
ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ച വ്യക്തി കാലുകൊണ്ട് തട്ടി ഒന്ന് വിളിച്ചു. ആരെയും കാലുകൊണ്ട് തട്ടി വിളിക്കുന്നത് ശരിയല്ല. ആരെയും, എല്ലാ ജനങ്ങളെയും ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം. നബി തങ്ങളോട് ചോദിച്ചില്ലേ മൽ ഇസ്ലാം? ഉടനെ തന്നെ മറുപടി പറഞ്ഞില്ലേ ത്വയ്ബുൽ കലാം വഇത്ആമുത് തആം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നല്ല സംസാരമാണ്. വഇത്ആമുത് തആം, ഭക്ഷണം കൊടുക്കലാണ്. അവിടുന്ന് മറുപടി പറഞ്ഞില്ലേ ആളുകൾക്കൊക്കെ ഭക്ഷണം നൽകുക. ഉള്ള ഭക്ഷണം കൊടുക്കുന്നത് മുടക്കലല്ല ഇസ്ലാം. ഭക്ഷണം കൊടുക്കുന്നത് മുടക്കുന്നത് ഇസ്ലാമിന്റെ നേരെ വിരുദ്ധ ചേരിയുടെ സ്വഭാവമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല സംസാരമാണ്. തീവ്രവാദമല്ല, ഭീകരവാദമല്ല, ഭിന്നിപ്പുകളും അതുപോലെ അനൈക്യവും ഉണ്ടാക്കലല്ല. ലോകത്തിന് വരെ മുസ്ലിമീങ്ങൾ ജീവിച്ചു വന്നവർ കാഫറാണെന്ന് പ്രഖ്യാപിക്കലല്ല. ഇതുവരെ മക്കയിലും മദീനയിലും നടന്ന തറാബീഹ് ബിദ്അത്താണെന്ന് പറയലല്ല. മക്കയിലും മദീനയിലും 1500 കൊല്ലമായി നടക്കുന്ന ജുമഅന്റെ ബാങ്ക് നരകത്തിലാണെന്ന് പറയലല്ല. ഇസ്ലാം തീബുൽ കലാം, നല്ല സംസാരമാണ് ഇസ്ലാം. വഇത്ആമുത് തആം, ഭക്ഷണം നൽകലാണ് ഇസ്ലാം. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ മിസ്കാത്തെങ്കിലും ഒന്ന് മറിച്ചു നോക്കൂ മുതഅല്ലിമീങ്ങളെ. അതുകൊണ്ട് ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഒന്നും ചെറുപ്പക്കാര് പോകണ്ട. പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പണ്ഡിതന്മാരെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് മരണത്തിന് വേണ്ടി ആഖിറത്തിന് വേണ്ടി പ്രവർത്തിച്ച് മരിക്കാൻ ശ്രമിക്കൂ ചെറുപ്പക്കാരെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല. നിരപരാധികളായ ആളുകളുടെ തലയിൽ ബോംബ് കൊണ്ടുപോയി വർഷിക്കുന്ന, നിരപരാധികളായ ആളുകൾ ടൗണിലെത്തുമ്പോൾ പൊട്ടിത്തെറിപ്പിക്കുന്ന ഈ തീവ്രവാദികളുടെ നിലപാടില്ലേ പരിശുദ്ധ ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കാത്ത സിദ്ധാന്തം. لا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا. ഖുർആൻ പറഞ്ഞില്ലേ ആരോടെങ്കിലുമുള്ള വൈരാഗ്യം നിങ്ങളെ അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. എത്ര നിരപരാധികളെയാണ് ഓരോ രാഷ്ട്രത്തിലും കൊന്നൊടുക്കുന്നത്. ആരാണെന്ന് നമുക്കറിയില്ല. മുസ്ലിങ്ങളുടെ പേരിൽ പലരും കെട്ടിവെക്കുകയാണോ അതും നമുക്കറിയില്ല. മുസ്ലിങ്ങളുടെ പേരിൽ ചില ആളുകൾ വെറുതെ ഞങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിക്കുകയാണ്, അതും നമുക്കറിയില്ല. നമ്മൾ അതിന്റെ പരിശോധനക്ക് പോയിട്ടുമില്ല. പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം കെട്ടിച്ചമക്കാനുള്ള കാരണക്കാരാകാൻ ഒരു തീവ്രവാദ പ്രവർത്തനത്തിനെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തുനിഞ്ഞാൽ അവനും അതിന് ഉത്തരവാദിയാണ് കേട്ടോ. തീവ്രവാദ പ്രസംഗം നടത്തുന്നവരും അതിന് ഉത്തരവാദിയാണ് കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇരിക്കട്ടെ, ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ആ പ്രതിനിധി പോയി കാലുകൊണ്ട സാധു മനുഷ്യനെ തട്ടി വിളിച്ചു. ആ മനുഷ്യൻ എഴുന്നേറ്റു. നിന്നെ ഭരണാധികാരി വിളിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം നടന്ന് ഭരണാധികാരിയുടെ സമീപത്ത് വന്നു. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വന്ന് കഴിച്ചോളൂ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ക്ഷണിക്കുകയാണ്. ആ മഹാമനുഷ്യന്റെ മറുപടി, നിങ്ങൾ ക്ഷണിക്കുന്നതിന് മുമ്പ് എന്നെ നിങ്ങളെക്കാൾ വലിയവൻ ക്ഷണിച്ചുപോയി. അദ്ദേഹം ചോദിച്ചു ആരാണത്? അദ്ദേഹം പറഞ്ഞു എന്നെ നിങ്ങളെക്കാൾ വലിയവൻ ക്ഷണിച്ചു എന്ന് പറഞ്ഞതിന് സുന്നത്ത് നോമ്പെടുക്കാൻ വേണ്ടി എന്നെ പടച്ച രാജാവ് ക്ഷണിച്ചു. ആ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് ഞാൻ സുന്നത്ത് നോമ്പെടുത്തു പോയി. അപ്പോഴാണ് ഹജ്ജാജിന്റെ ചോദ്യം, ഇത്രയും ചൂടും വെയിലുമുള്ള ദിവസമാണോ നിങ്ങൾ സുന്നത്ത് നോമ്പെടുക്കാൻ വേണ്ടി കണ്ടത്? ഹജ്ജാജിനോട് ആ മനുഷ്യന്റെ മറുപടി, ഈ ദിവസത്തെക്കാൾ വളരെ കഠിനമായ ചൂടുള്ളൊരു ദിവസം, ആ ദിവസത്തിലുള്ള ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നോമ്പെടുത്തു ഹജ്ജാജി.
ഉടനെ ഹജ്ജാജിന്റെ പ്രതികരണം, നീ മറ്റൊരു ദിവസം നോമ്പെടുത്തോ, ഇന്ന് ഭരണാധികാരിയായ എന്റെ കൂടെ ഇരുന്നിപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചോ. അദ്ദേഹത്തിന്റെ മറുചോദ്യം, അല്ല ഹജ്ജാജി, മറ്റൊരു ദിവസം നോമ്പെടുക്കാൻ നിങ്ങൾ പകരമെടുക്കാൻ പറയുന്നു. ചോദിക്കട്ടെ, വേറൊരു ദിവസം നോമ്പെടുക്കാൻ ഞാൻ ഉണ്ടാകുമെന്നതിന് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ? മറ്റൊരു ദിവസം നോമ്പെടുക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് നിനക്കൊരുറപ്പ് തരാൻ പറ്റുമോ ഹജ്ജാജി? ഹജ്ജാജിന് മറുപടിയില്ല. അപ്പോഴാ പറയുന്നത്, ഞാൻ പറഞ്ഞത് നല്ല രുചിയുള്ള ഭക്ഷണമാണ്, അതുകൊണ്ട് ക്ഷണിച്ചതാണ്. അപ്പോഴാ മഹാന്റെ മറുപടി, ഇന്നമാ ത്വയ്യബത്തുൽ ആഫിയ. ഹജ്ജാജി, നിനക്കറിയില്ലേ, എത്ര നല്ല രുചിയുള്ള ഭക്ഷണം നീ ഉണ്ടാക്കിയാലും പനിക്കുന്ന മനുഷ്യന് ബിരിയാണി കൊടുത്താൽ അവന് ആ ബിരിയാണിക്ക് രുചിയുണ്ടോ? രോഗമുള്ള രോഗിക്ക് ഭക്ഷണം കൊടുത്താൽ അവനത് കഴിക്കുന്നുണ്ടോ? ഭക്ഷണത്തിന്റെ രുചി എന്നത്, ഓ ഹജ്ജാജി, അത് നിന്റെ പവറല്ല, നിന്റെ കുക്കിന്റെ പവറുമല്ല. ഇന്നമാ ത്വയ്യബത്തുൽ ആഫിയ, അത് ശരീരത്തിന് ആരോഗ്യം കൊടുത്ത രാജാവായ റബ്ബ് കൊടുത്ത ആരോഗ്യത്തിന്റെ പവറാണ് ഹജ്ജാജി. നിങ്ങൾ എത്ര രുചി ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും രോഗിക്കത് കഴിക്കാൻ കഴിയുന്നില്ലല്ലോ, അവന് രുചി തോന്നുന്നില്ലല്ലോ. പനിക്കുന്നവന്റെ വയറ്റിൽ അവൻ വായിൽ തൊള്ളയിലിടുമ്പോ അത് ചവർക്കുന്നുണ്ടല്ലോ. രുചിയും റബ്ബ് കൊടുക്കുന്നതാണ് ഹജ്ജാജി. ഏത് നിഅമത്ത് കിട്ടുമ്പോഴും നിഅമത്തെല്ലാം എന്നെ പടച്ച റബ്ബിൽ നിന്നാണെന്ന് ഓർമ്മിച്ച് ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ആ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് റബ്ബിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കണം സഹോദരന്മാരെ. ആ ഇബാദത്ത് റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ നിബന്ധനയാണ്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഖൽബ് ശുദ്ധിയായവരിൽ നിന്ന്, ഭക്തിയുള്ളവരിൽ നിന്ന്. അതേ അത്തഖ്വാ ഹാഹുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൽബ് നല്ലവരിൽ നിന്ന് അല്ലാഹ് ഏത് അമലും സ്വീകരിക്കൂ. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അഹ്ദസ ഔ ആവാ മുഹദ്ദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. ആര് സുന്നത്ത് ജമാഅത്തിന്റെ ആ പടിയിറങ്ങിപ്പോയോ, ആര് സുന്നത്ത് ജമാഅത്ത് വിട്ട് പുത്തനാശയക്കാരനായോ, ആര് ആ ആശയം സ്വീകരിച്ചവന് അഭയം നൽകി, അവന് അഭയം നൽകി കൂട്ടുപിടിച്ചോ, ആര് അവനതാ അഭയം നൽകിയോ, അവന് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നവനെ അള്ളാഹ് ദൂരീകരിച്ചു പോയി. അള്ളാഹുവിന്റെ റസൂലിന്റെ ലഅനത്തും മലായികത്തിന്റെ ലഅനത്തും സജ്ജനങ്ങളുടെ ലഅനത്തും ലഭിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞില്ലേ, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. ഫർളും സുന്നത്തുമായ ഒരൊറ്റ അമലും സുന്നത്ത് ജമാഅത്തിന്റെ പടിയിറങ്ങിപ്പോയവരിൽ നിന്ന് തിരിച്ചു വരാത്ത കാലത്തോളം അല്ലാഹ് സ്വീകരിക്കൂല. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ചെറുപ്പക്കാരെ, ഏതെങ്കിലും പുതിയ ആശയക്കാരുടെ സീഡി കേട്ടിട്ടോ പ്രസംഗം കേട്ടിട്ടോ മാസിക വായിച്ചിട്ടോ അവൻ ക്ലാസ് എന്ന പേരിൽ വല്ല പരിപാടിയും സംഘടിപ്പിച്ചിട്ടോ നിന്റെ ഈമാൻ പണയം വെക്കാൻ വേണ്ടി അവിടെ പോയി ഇരുന്ന് നിന്റെ ഈമാൻ നശിപ്പിച്ച് നിന്റെ അമല് മുഴുവനും സ്വീകരിക്കുന്നതിൽ നിന്ന് തടയപ്പെടുന്ന രംഗത്തേക്ക് അതപ്പതിച്ചു പോകുന്നത് ഏറ്റവും ഭയപ്പെടേണ്ടതും സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് എന്നെ പടക്കപ്പെട്ട് തർക്കിക്കാനല്ല, തർക്കം കൂടാനല്ല, എന്നെ പടക്കപ്പെട്ടത് ബിസിനസ്സിനല്ല, കൃഷിക്കല്ല, അതൊന്നും വേണ്ടെന്നല്ല. അതേ സമയം എന്നെ പടക്കപ്പെട്ടത് എന്റെ റബ്ബിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനാണെന്ന ബോധത്തോടെ ചിന്തയോ
പടച്ചവനോട് ഖൽബ് നന്നാക്കി ജീവിച്ച് മരിക്കലാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയമെന്ന്. ആ നിലക്കൊരു നല്ല പ്രകാശമുള്ള ഖൽബോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.